തിരുവനന്തപുരം തമ്പാനൂരിലെ ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് റോബോട്ടുകളെ എത്തി. തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ തൊഴിലാളിക്ക് വേണ്ടി 2 റോബോട്ടുകളെ ഉപയോഗിച്ചാണ് നിലവിൽ പരിശോധന നടക്കുന്നത്. മാലിന്യം മൂടിയ ടണലിലൂടെ രാത്രി പരിശോധന ദുഷ്കരമായതോടെയാണ് ജെൻഡോ ബോട്ടിക്സിൽ നിന്നുള്ള ക്യാമറ ഘടിപ്പിച്ച റോബോട്ടുകളെ ഇറക്കിയത്. ജിബിൻ ജെബി ചേരുന്നു വിവരങ്ങൾ നൽകാൻ. ജിബിൻ, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുകയാണ് ഒരു ആളെ തേടി. അതിൻ്റെ എല്ലാ ഘട്ടങ്ങളും പിന്നിട്ട ഘട്ടങ്ങളൊക്കെയും വിഫലമായിരുന്നു. ഇനി രാത്രിയാണ്, രാത്രിയിൽ ഒരുപാട് പ്രതിസന്ധിയുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്? പ്രജീഷ്, രാത്രി വൈകിയതോടെ തന്നെ സ്കൂബ ഡൈവിംഗ് ടീമിന് ഇത്തരത്തിലുള്ള ഒരു രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് കേരള സർക്കാർ 2017 തിരുവനന്തപുരം ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ച ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ജെൻ റോബോട്ടിക്സ് എന്ന പേരിൽ. അവരുടെ നേതൃത്വത്തിലുള്ള 2 റോബോട്ടുകളെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ഈ റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ഒരു പരിശോധന നടത്തുന്നത്. നമുക്കറിയാം, ഈ ജോയിയെ കാണാതായ സ്ഥലം, അതായത് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലായിട്ടുള്ള അവിടെയാണ് കാണാതായത്. ആ ഒരു സ്ഥലത്ത് നിന്നും അതുപോലെ തന്നെ 3ാമത്തെ പ്ലാറ്റ്ഫോമിനുള്ളിലായിട്ട് സമീപത്തായിട്ട് ഒരു മാൻഹോൾ ഉണ്ട്. ആ മാൻഹോളിന്റെ ഭാഗത്താണ് ഇവർ ഒരു തടയണ മുൻപ് ഉണ്ടായിരുന്നത്. അതായത് ഈ മാലിന്യങ്ങളൊക്കെ തന്നെ പുറത്തോട്ട് പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് 3ാമത്തെ മാൻഹോളിൽ ഒരു തടയണ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കും ഒരു റോബോട്ടിനെ ഇറക്കിക്കൊണ്ട്, അങ്ങനെ മൊത്തം 2 റോബോട്ടുകളെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനയ്ക്കായാണ് ഇവിടേക്ക് എത്തിച്ചത്. അപ്പോഴാണ് നേരത്തെ, അതായത് സ്കൂബ ഡൈവിംഗ് ടീമൊക്കെ തന്നെ നേരത്തെ നമ്മളോട് സൂചിപ്പിച്ചതാണ്, ജോലിയെ കാണാതായ സ്ഥലത്ത് നിന്ന് മാൻഹോളിന്റെ ഉള്ളിലേക്ക് ഏകദേശം 30 മീറ്റർ നീളത്തിന് അവർ അവിടെ നിന്ന് മാലിന്യങ്ങൾ മാറ്റുകയും അതിനടിയിൽ കൂടി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും തന്നെ ജോയിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ മാൻഹോളിലേക്ക് മൊത്തം 50 ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്ന് ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോളിലേക്ക് ഏകദേശം 50 മീറ്ററോളമാണ് നീളമുള്ളത്. അതിൽ 30 മീറ്റർ സ്കൂബ ഡൈവിംഗ് ടീം നേരത്തെ തന്നെ പരിശോധന നടത്തിയിരുന്നു. ബാക്കിയുള്ള 20 മീറ്റർ ദൂരം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോളിൽ കൂടി ഈ ജെൻ റോബോട്ടിക്സിനെ ഇറക്കിയിരിക്കുന്നത്. ഈ റോബോട്ടിക്സ് ഇവിടേക്ക് എത്തിച്ച ജെൻ റോബോട്ടിക്സിന്റെ ഭാഗത്തുള്ള ഒരു ക്യാമറ ഉൾപ്പെടുന്ന ഭാഗമാണ് ഇപ്പോൾ മാൻഹോളിന്റെ ഉള്ളിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അകത്തേക്ക്, അതായത് ഈ മാൻഹോളിന്റെ ഉള്ളിലേക്ക് ഈ റോബോട്ട് പ്രവേശിക്കുകയും മുന്നിലോട്ട് പോകുന്ന ഭാഗത്തുള്ള മാലിന്യങ്ങളൊക്കെ തന്നെ പിൻവശത്തേക്ക് ആക്കിക്കൊണ്ടാണ് ഈ ക്യാമറ ഉൾപ്പെടുന്ന ഭാഗം ഈ മാൻഹോളിന്റെ ഉള്ളിലേക്ക് പ്രവർത്തിക്കുന്നത്. ഏകദേശം 4 മണിക്കൂറോളം എടുക്കും ഈ ഒരു 20 മീറ്റർ ദൂരത്തേക്ക് പോകുന്നതിനും അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ മാറ്റുന്നതിനും വേണ്ടിയിട്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ റോബോട്ടിനെ ഇറക്കിക്കൊണ്ടുള്ള പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇതിനുള്ളിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ മാലിന്യങ്ങൾ കോർപ്പറേഷൻ ജീവനക്കാരുടെ അതുപോലെ തന്നെ റെയിൽവേയുടെ മറ്റും സഹായത്തോടു കൂടി ഇത് ഇവിടെ നിന്ന് പുറത്തേക്ക് മാറ്റുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി മുന്നിലേക്ക് പോകുമ്പോൾ ഇതിൽ ക്യാമറയും കൂടി ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെവിടെയെങ്കിലും ജോയി അകപ്പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ അറിയാൻ സാധിക്കും. നേരത്തെ സ്കൂബ ഡൈവിംഗ് ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ അവർക്ക് ഈ അടിവശത്ത്, അതായത് മുകളിൽ മാലിന്യങ്ങൾ അതിന് അടിവശത്ത് കൂടി ഒഴുകുന്ന വെള്ളം, ഇതിൽ കൂടിയാണ് സ്കൂബ ഡൈവിംഗ് ടീം പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ മുന്നിലേക്ക് പോകുന്ന ഭാഗത്ത് മാത്രം എന്തെങ്കിലും തട്ടിത്തടങ്ങൾ മാത്രമേ ഇവർക്ക് ഇത്തരത്തിൽ ജോയി അകപ്പെട്ട് കിടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയുണ്ടായിരുന്നു. പക്ഷേ റോബോട്ട് കൊണ്ടുവരുമ്പോൾ അതല്ല, റോബോട്ടിനെ കൃത്യമായി തന്നെ ഇവരിലേക്ക് ഇറക്കി ക്യാമറയും കൂടി ഉള്ള സാഹചര്യത്തിൽ ഈ ഒരു ടണലിന്റെ എത്രത്തോളം വിസ്തീർണവും അതുപോലെ തന്നെ ഹൈറ്റുമാണ് ഈ ഒരു ടണലിനുള്ളത്, ആ ഭാഗത്തെല്ലാം ജോയിയുടെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ NDRF സംഘവും രക്ഷാപ്രവർത്തനമായി എത്തുന്നുണ്ട്. രാത്രിയോട് കൂടിയാണ് ഈ ഒരു സംഘം എത്തുന്നത്. ജില്ലാ കളക്ടറാണ് നേവിയുടെ സഹായം കൂടി തേടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റോബോട്ടിനെ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ശേഷം NDRFന്റെ സഹായം കൂടി നേവിയുടെയും കൂടി സഹായം ഇപ്പോൾ ജില്ലാ കളക്ടർ തേടിയിട്ടുണ്ട്. അപ്പോൾ റോബോട്ടിന്റെ പരിശോധന കൃത്യമായി നമുക്ക് ആ ഒരു റോബോട്ടിന്റെ പരിശോധനയും കൂടി നടത്തുന്ന സാഹചര്യത്തിൽ ജോയി കണ്ടെത്താനായിട്ടില്ലെങ്കിലാണ് ഇപ്പോൾ ഈ ഒരു നേവിയുടെ കൂടി സഹായം ഇപ്പോൾ ജില്ലാ കളക്ടർ തേടിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഏകദേശം 4 മണിക്കൂറോളം എടുക്കും ഈ ഒരു റോബോട്ടിനെ ഉറക്കിയുള്ള പരിശോധനകൾ പൂർണ്ണമായി നടത്താനെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളും അതുപോലെ തന്നെ മറ്റ് ആളുകളും ഒക്കെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേരള സർക്കാരിന്റെ കീഴിൽ 2017 ഈ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നത്, ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന അത്തരത്തിലൊരു സംവിധാനം സർക്കാരിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇത്രയും വൈകിയത്? അതായത് ജോയിയെ കാണാതായിട്ട് 11 മണിയോട് കൂടിയാണ് കാണാതായ ഒരു വിവരം അറിയുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഏകദേശം ഒരു 15 മിനിറ്റ് മുമ്പാണ്, കൃത്യമായി പറഞ്ഞാൽ 8:15 കൂടിയാണ് ഈ റോബോട്ടിനെ ഇവിടെ ഇറക്കിയിട്ടുള്ള പരിശോധന ആരംഭിച്ചു. അപ്പോൾ ഇത്രയും മണിക്കൂറുകൾ, ഏകദേശം 12-13 മണിക്കൂറോളം പിന്നിട്ടതിന് ശേഷമാണ് ഈ ഒരു റോബോട്ടിന് ഇവിടേക്ക് എത്തി പരിശോധന നടത്തുന്നത്. ഇത്രയും വലിയൊരു സജ്ജീകരണം, ഇത്രയും വലിയൊരു സംവിധാനം കേരള സർക്കാരിന്റെ കീഴിൽ തന്നെ ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് കാണാതായ മണിക്കൂറുകളിൽ തന്നെ ഇതിറക്കിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്താതിരുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്.
എന്തായാലും ഇപ്പോൾ ഈ ഏറ്റവും ആശ്വാസമായ വാർത്ത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു റോബോട്ടിനെ ഇറക്കിക്കൊണ്ടുള്ള പരിശോധനയിൽ കൃത്യമായി ക്യാമറ കൂടി ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് ജോയി അകപ്പെട്ടിട്ടുണ്ട് എങ്കിലുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ റോബോട്ടിന് കൂടി കണ്ടെത്താനായില്ല എന്നുണ്ടെങ്കിലാണ് ആ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിലാണ് NDRFന്റെയും നേവിയുടെയും സഹായമൊക്കെ തന്നെ ഇപ്പോൾ ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അവിടെ ജിബിൻ സൂചിപ്പിച്ച പോലെ രാത്രിയാണ്, മറ്റ് സംവിധാനങ്ങളൊന്നും പ്രായോഗികമല്ല. അപ്പോൾ ഇത്രയും സമയം പിന്നിട്ട് കഴിഞ്ഞു. തൊഴിലാളിയുടെ കാര്യത്തിൽ ആശങ്ക അങ്ങനെ ഏറിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സമയമൊക്കെ പിന്നിട്ട്, കാരണം തുടക്കം മുതൽ മാലിന്യം എന്ന വലിയ പ്രശ്നം അതാണ് ഈ രക്ഷാദൗത്യത്തിന് തടസ്സമായത്. ഒഴുകൊക്കെ നിലച്ച് ആ മാലിന്യങ്ങൾ കോരിക്കളഞ്ഞ ശേഷമാണ് പിന്നീട് ഓരോ സംവിധാനങ്ങളും മുന്നോട്ട് വെച്ചത്. സ്കൂബ ടീമിനൊക്കെ പ്രതിസന്ധിയായി, ആദ്യഘട്ടങ്ങളിലൊന്നും അടുത്തേക്ക് പോലും എത്താൻ കഴിയാത്ത വിധം. ഇനിയുള്ള ഈ രാത്രിയിലെ ഓരോ സമയം വളരെ നിർണായകമാണല്ലോ ജിബിൻ. പ്രജീഷ്, അത് തന്നെയാണ്, ഓരോ നിമിഷവും നിർണായകമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ ഏകദേശം 11:30 കൂടി ആരംഭിച്ച തിരച്ചിലാണ്, ഈ മാലിന്യങ്ങളൊക്കെ നീക്കിക്കൊണ്ട് ആരംഭിച്ച തിരച്ചിലാണ് ഇതുവരെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയാത്തത്. ഇന്ന് വൈകുന്നേരം 6:30 മണി വരെ സ്കൂബ ഡൈവിംഗ് ടീമും കൂടി ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അറിയാൻ സാധിക്കും, അതായത് ഇത്രയും മണിക്കൂറുകളോളം സ്കൂബ ഡൈവിംഗ് ടീം അതുപോലെ തന്നെ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ശുചീകരണ തൊഴിലാളികളും മാലിന്യം നീക്കി തുടങ്ങിയിട്ട് പോലും ഒരു 20 മീറ്റർ ദൂരത്തുള്ള മാലിന്യങ്ങൾ പോലും മുഴുവനായിട്ട് മാറ്റാൻ സാധിച്ചിരുന്നില്ല. അതായത് ഇവിടെ വർഷങ്ങൾ കൊണ്ട് ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കാത്ത രീതിയിലാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇതിനകത്തുള്ളിൽ അകപ്പെട്ടിട്ട് പുറത്തേക്ക് എടുക്കാനും ഇത്രയും അധികം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്. 20 മീറ്റർ ദൂരത്തിലുള്ള മാലിന്യങ്ങൾ തന്നെ ഏകദേശം എത്ര ലോറികളിൽ ഇവിടെ നിന്ന് മാറ്റിയെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. അത്രയേറെ മാലിന്യങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന്, വെറും 20 മീറ്റർ ദൂരത്തുനിന്ന് തന്നെ ഇത്രയധികം മാലിന്യങ്ങൾ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ഒരു റോബോട്ടിനെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും റോബോട്ട് അറിയാം, ഒരു മാൻഹോളിനുള്ളിലേക്കാണ് ഒരു റോബോട്ടിനെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിന് എത്രമാത്രം മാലിന്യങ്ങൾ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നൊക്കെയുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അതായത് ഒരു JCBയുടെ ബക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടും നെറ്റ് വലകൾ ഉപയോഗിച്ചുകൊണ്ടും മണിക്കൂറുകളോളം ഇവിടെ നിന്ന് മാലിന്യം മാറ്റിയിട്ട് പോലും ആ ഒരു പ്രദേശത്ത് നിന്നുള്ള മാലിന്യങ്ങൾ മാറ്റാൻ സാധിച്ചില്ല. അപ്പോൾ ഒരു റോബോട്ട് പുറത്തേക്ക് തള്ളുന്ന മാലിന്യങ്ങളുടെ അളവ് എത്രയാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ അത് 4 മണിക്കൂറുകൾ ഏകദേശം ഇനിയുള്ള 20 മീറ്റർ ദൂരം, അതായത് ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ജോയിയെ കാണാതായ സ്ഥലത്തേക്ക് ഇനിയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 20 മീറ്റർ ദൂരത്തെ മാലിന്യം നീക്കം ചെയ്യുന്നതിനാണ് ഇപ്പോൾ 4 മണിക്കൂറോളം എടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്താൽ മാത്രമേ, മുഴുവനായി നീക്കം ചെയ്താൽ മാത്രമേ ഇവിടെ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. അതും കൂടി ഇല്ല. അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്ഥലത്ത് കൂടി ജോയിയെ കണ്ടെത്താനായിട്ടില്ല എന്നുണ്ടെങ്കിൽ 3ാം മാൻഹോളിൽ ഘടിപ്പിച്ചിട്ടുള്ള ആ ഒരു തടയണെ കൂടി മാറ്റിയ ശേഷമായിരിക്കും ബാക്കി പരിശോധനകൾ നടക്കുക. ആ ഒരു സ്ഥിതിയിൽ ജോയി ഇതിനും ഈ ഒരു തടയണയിൽ പോലും പിടിച്ചു നിൽക്കാതെ ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം, അതായത് റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗം 5 മണിയോട് കൂടി സ്കൂബ ഡൈവിംഗ് ടീം മാൻഹോളിൽ പരിശോധന നടത്തി ആ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചായിരിക്കും പിന്നീടുള്ള സമയത്ത് ഈ റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുക. ഇതിൽ കൂടി സാധ്യമായില്ല എങ്കിലായിരിക്കും NDRFന്റെയും നേവിയുടെയും സഹായം ഇപ്പോൾ തേടിയിട്ടുണ്ട്, അവരെ കൂടി എത്തിക്കുക. എന്തായാലും ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിന് ഇവിടെ നിന്ന് ഏകദേശം 150 മീറ്റർ മാറിയാണ് നേരത്തെ സ്കൂബ ഡൈവിംഗ് ടീം പരിശോധന നടത്തിയ ശേഷം അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു ഭാഗമുള്ള, അതായത് തമ്പാനൂരിന് സമയമുള്ള റെയിൽവേയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഗേറ്റ്, അവിടെ നിന്ന് അകത്തേക്ക് കയറണമെങ്കിൽ NDRFന്റെയോ നേവിയുടെ സഹായം കൂടി ഉണ്ടായാൽ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അതും ഇവർക്ക് അതായത് നേവിയുടെയും NDRFന്റെ സഹായവും അവരോടൊപ്പം തന്നെ ഈ റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തിയാൽ മാത്രമേ ഇനി ജോയിയെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നിഗമനം. ഈ ആദ്യം ഈ റോബോട്ടിനെ ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് ഇപ്പോൾ പോലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെന്നുണ്ടെങ്കിൽ റെയിൽവേ ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലത്ത് നിന്ന് ആദ്യം റോബോട്ടിനെ ഇറക്കിക്കൊണ്ട് ഇവർക്ക് പോകാനുള്ള, അതായത് NDRFനും നേവിക്കും ഉള്ളിലേക്ക് കടക്കാനുള്ള ഭാഗമൊക്കെ തന്നെ ക്ലിയർ ചെയ്യും. മാലിന്യങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം അവിടെ നിന്നുള്ള ക്യാമറയിൽ കൂടി കിട്ടുന്ന വിഷ്വലുകൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും നേവി ഉദ്യോഗസ്ഥർ അകത്തേക്ക് കിടക്കുക. എന്തായാലും താൽക്കാലികമായി സ്കൂബ ഡൈവിംഗ് ടീമിന്റെ പരിശോധന ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഈ ഒരു റോബോട്ട് ഉപയോഗിച്ചുള്ള പരിശോധന മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ജിബിൻ, ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും രാത്രിയിൽ അവിടെ ഉണ്ടോ? റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഏകോപനത്തിന് ആരെങ്കിലും ഉണ്ടോ? കാരണം റെയിൽവേയുമായുടെ ഭാഗത്താണ് ആ ടണൽ നിൽക്കുന്നത്. അപ്പോൾ ജാഗ്രത അതീവമായി തന്നെ വേണം. അങ്ങനെ സംസ്ഥാന സർക്കാർ മന്ത്രി ശിവൻകുട്ടി അടിയന്തര റിപ്പോർട്ട് കൂടി തേടിയിട്ടുണ്ട്. അങ്ങനെ ഏകോപനങ്ങളിൽ വീഴ്ചയില്ലാതെയാണല്ലോ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ. പ്രജീഷ്, ഇപ്പോൾ ഒരു ഏകോപനത്തിന്റെ സാഹചര്യമുണ്ട്. കാര്യം ഇവിടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ റഹീം MP ഉള്ളവർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവർ തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഈ കേരള സർക്കാരിന് കീഴിലുള്ള സ്റ്റാർട്ടപ്പായ ജെൻ റോബോട്ടിക്സുമായി ചർച്ച നടത്തിയ ശേഷം ആദ്യം അവിടെ നിന്നുള്ള ഒരു ടീം ഇവിടെ എത്തി ഈ മാൻഹോളിനുള്ളിലേക്ക് പരിശോധന നടത്തി അതിനുശേഷമാണ് ഇവർ ഈ റോബോട്ടിനെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തത്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു മാൻഹോൾ ഉള്ളത്. അപ്പോൾ 3ാമത്തെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ വളരെയധികം തിരക്കുള്ള ഒരു സ്ഥലമാണ്. എപ്പോഴും
ട്രെയിനുകൾ ഉത്തരേന്ത്യയിലേക്ക് പോകുന്ന ട്രെയിനുകളൊക്കെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കേന്ദ്രീകരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നതിനൊക്കെ തന്നെ വലിയ പ്രയാസമാണ്. 6:30 കൂടി ഇവിടെ പരിശോധന ആരംഭിച്ചിരുന്നുവെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ട്രെയിനുകൾ കടന്നു വരികയും നിർത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതിനാൽ തന്നെ പരിശോധനകൾ പൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് മേയറും അതുപോലെ തന്നെ റഹീമി എംപിയുടെയും ജില്ലാ കളക്ടറിന്റെയും നേതൃത്വത്തിലുള്ള സംഘം റെയിൽവേയോട് സഹായം അഭ്യർത്ഥിച്ചു. ഈ 2 പ്ലാറ്റ്ഫോമുകൾ കുറച്ചു നേരത്തേക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിനും ട്രെയിനുകളെ മറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ക്രമീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സഹായം റെയിൽവേയോട് അഭ്യർത്ഥിച്ചിരുന്നു. അതും പ്രകാരം റെയിൽവേ കൂടി സഹകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള ജോലികൾ, ഈ റോബോട്ടിനെ ഇറക്കിയുള്ള ജോലികൾ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഏകോപനം ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഏകോപനം ഉണ്ടാകേണ്ടിയിരുന്നത് ഇപ്പോഴല്ല. കാര്യം ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമല്ല ഈ ഒരു ഏകോപനം ഉണ്ടാകേണ്ടത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ഇത്തരത്തിലുള്ള സർക്കാരിന്റെ കീഴിൽ തന്നെ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും റോബോട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ നിലവിൽ 2 റോബോട്ടുകളെ എത്തിച്ചിട്ടുണ്ട്. ഒരു റോബോട്ടിനെ ഇറക്കിക്കൊണ്ടാണ് പരിശോധന നടത്തുന്നത്. എങ്കിൽ ഈ ഒരു സാഹചര്യം ഇവർക്ക് നേരത്തെ ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളൂ. ഇപ്പൊ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ, അതായത് ജോയി കാണാതായ സാഹചര്യത്തിൽ ആദ്യത്തെ 1, 2, 3 മണിക്കൂറുകൾ മനുഷ്യർ സാധ്യമായ പരിശോധനകൾ നടത്തിയതിനു ശേഷം പോലും കണ്ടെത്താനായിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു റോബോട്ടുകളെ ഇറക്കിക്കൊണ്ടുള്ള പരിശോധന, അത് മാത്രമല്ല റെയിൽവേയുടെ കൂടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയൊക്കെ തന്നെ ആ ഒരു സമയത്ത് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും വൈകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമായിരുന്നുള്ള ഒരു പ്രതീക്ഷയാണ് ജനങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. റെയിൽവേയുടെ കൂടി സഹായം ആ ഒരു സമയത്തെ അഭ്യർത്ഥിച്ചതിന് ശേഷമാണ് ഈ ഒരു പരിശോധന നടത്തിയതെങ്കിൽ സ്കൂബ ഡൈവിംഗ് ടീമും കൂടി ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടാകുമായിരുന്നു. രാത്രി വൈകിയത് കൊണ്ട് ഉള്ളിലേക്ക് അവർക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി വ്യക്തമൊക്കെ പ്രകാശം ഉള്ളിലേക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ടാണ് സ്കൂബ ഡൈവിംഗ് ടീമിന് ഈ ഒരു സമയത്ത് അകത്തേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്താൻ സാധിക്കാത്തത്. പക്ഷേ പകൽ സമയത്താണ് ഇത്തരത്തിൽ ഇവിടെ റോബോട്ടിനെ എത്തിക്കുകയും ഈ റെയിൽവേയുടെ കൂടി സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നെങ്കിൽ സ്കൂബ ഡൈവിംഗ് ടീമിന്റെയും കൂടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ തിരച്ചിലും വളരെ എളുപ്പമായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം, അതായത് ഈ ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്ന് ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഉണ്ടായിരുന്നത്. കാര്യം ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ആ ഒരു പ്രദേശത്ത് കെട്ടിക്കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അതവിടെ നിന്ന് മാറ്റുന്നതിനും അതിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ തന്നെ ഇവർക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പരിമിതി ഈ സ്കൂബ ഡൈവിംഗ് ടീമിനുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഇപ്പോൾ കൊണ്ടുവന്ന ഈ റോബോട്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ക്യാമറ ഉള്ളിലേക്ക് കടത്തിവിടാനും കൃത്യമായി ഒരാൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി ക്രമീകരിക്കാനും അകത്ത കാഴ്ചകളൊക്കെ തന്നെ പുറത്തേക്ക് അറിയാനുള്ള സംവിധാനം പകൽ സമയത്ത് തന്നെ ഉണ്ടാകുമായിരുന്നു. അതിനോടൊപ്പം തന്നെ സ്കൂബ ഡൈവിംഗ് ടീമിനും കൂടി അകത്തേക്ക് കടക്കാൻ ആ ഒരു സമയത്ത് സാധിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഈ ഒരു രക്ഷാദൗത്യം പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ ജനങ്ങൾ പങ്കുവയ്ക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ കോർപ്പറേഷന്റെയും ജില്ലാ കളക്ടറിന്റെയും ഭാഗത്തു നിന്ന് റെയിൽവേയുമായി സംസാരിച്ചുകൊണ്ട് ഒരു ഏകോപനം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ജിബിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാത്രിയിൽ വളരെ ദുഷ്കരമായ സാഹചര്യത്തിലും പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ തന്നെ നടത്തിയ പ്രയത്നങ്ങളൊക്കെ തന്നെ വിഫലമാണ്. അവിടെ ഒരു അനുകൂല സാഹചര്യം ഒരുക്കാൻ കഴിഞ്ഞത്, മാലിന്യങ്ങൾ മാറ്റാൻ കഴിഞ്ഞു, ഈ റെയിൽവേയുടെ ഈ ടണലിൻ്റെ ഭാഗത്തേക്ക് മാത്രം എത്തിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഉത്കണ്ഠ ജനിപ്പിക്കുന്ന കാര്യങ്ങളുമാണ്. തെരച്ചിൽ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. രക്ഷാപ്രവർത്തനം എന്ന് പറയാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് കാത്തിരിക്കണം. കാരണം ഒരു തൊഴിലാളിയാണ് അകപ്പെട്ടിരിക്കുന്നത്. മണിക്കൂറുകൾ പിന്നിട്ട് കഴിയുമ്പോഴും തീവ്രമായിട്ടുള്ള പ്രയത്നമാണ് ഇപ്പോൾ തിരച്ചിലിനായി നടന്നു വരുന്നത്. ജിബിനിലേക്ക് ഒരിക്കൽ കൂടി. ജിബിന്, ഈ കാലാവസ്ഥ അനുകൂലമാണല്ലോ അവിടെ? മഴയൊന്നും അല്ലെങ്കിൽ വെള്ളം മറ്റിടങ്ങളിൽ നിന്നും ഒഴുകിയൊന്നും എത്തുന്നില്ലല്ലോ? പ്രജീഷ്, ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. പക്ഷേ ഈ ജോയി ഇവിടെ മാലിന്യം നീക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിയ സമയം ഇന്ന് പകലൊക്കെ തന്നെ പുലർച്ചയോടുകൂടി തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. ഒരു മേഘവിസ്ഫോടനത്തിന് തുല്യമായ രീതിയിൽ വലിയൊരു മഴ പെയ്യുന്ന കാഴ്ച ഒരു അവസ്ഥ തിരുവനന്തപുരം നഗരത്തിലുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ നേരത്തെ ജോയിയോടൊപ്പം ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് ഇറങ്ങിയിട്ടുള്ള ആ ഒരു സംഘത്തിൽ നിന്നുള്ള മലയാളി നേരത്തെ നമ്മോട് പ്രതികരിച്ചത്. അതായത് ഇവർ ഇതിലേക്ക് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് ഈ ടണലിനുള്ളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വെള്ളമില്ലായിരുന്നു. സാധാരണ നിലയിലുള്ള ഒരു കാലിന്റെ മുട്ടോളമുള്ള വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവർ ഇവിടെ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഇറങ്ങിയ സമയത്താണ് പെട്ടെന്ന് വലിയ രീതിയിലുള്ള വെള്ളം ഇവിടെ ഇരച്ചെത്തിയത്. അതായത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാവിലെ പെയ്തിറങ്ങിയ വലിയ മഴയുടെ ഭാഗമായിട്ടാണ് ഇത്രയും അധികം വെള്ളം ഒരുമിച്ച് ഈ ഭാഗത്തേക്ക് ഇറങ്ങി വരികയും ജോയിക്ക് രക്ഷപ്പെടാൻ പുറത്തേക്ക് വരാൻ സാധിക്കാതെയും പോയത്. ആദ്യഘട്ടത്തിൽ ഇവർ ഇറങ്ങിയ സമയത്ത് തന്നെ സമീപത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ജോയിയോട് പറഞ്ഞു, അതായത് ഈ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നത് ജോയിയും മറ്റൊരു മലയാളിയും അതുപോലെ തന്നെ 2 അന്യസംസ്ഥാന തൊഴിലാളികളുമാണ്. ഇവരൊക്കെ തന്നെ ജോയിയോട് പറഞ്ഞതാണ് തിരികെ കയറുന്നതിന് വേണ്ടി. പക്ഷേ ജോയി അതായത് ഈ ടണലിന്റെ മറുകരയിലേക്ക് കയറാനാണ് ശ്രമിച്ചത്. പക്ഷേ അവിടെ ജോയിക്ക്
പിടിച്ചു നിൽക്കാനായില്ല. അദ്ദേഹം ഒരു കല്ലിൽ പിടിച്ചു നിൽക്കുകയുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ വെള്ളം ഇരച്ചെത്തിയപ്പോൾ അതിൽ നിന്നുള്ള പിടിയും അദ്ദേഹത്തിന് വിട്ടതിനു ശേഷമാണ് അദ്ദേഹത്തെ വെള്ളത്തിലേക്ക് പൂർണ്ണമായി മുങ്ങി കാണാതെയാകുന്നത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ നമുക്ക് അതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവരും പ്രതികരിച്ചത്. അത്തരത്തിൽ പെട്ടെന്നുണ്ടായി രാവിലെ ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരുന്ന മഴയുടെ ഭാഗമായി. ശരി, ജിബിനാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും പ്രാർത്ഥനയോടുകൂടിയാണ് എല്ലാവരും ഉള്ളത്. തൊഴിലാളിയെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നതൊക്കെയുള്ള വളരെ ഉത്കണ്ഠാജനകമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ റോബോട്ടിനെ എത്തിച്ച് ക്യാമറ വെച്ചുള്ള പരിശോധന പുരോഗമിക്കുന്നത്.